ഏവർക്കും മഴവിൽ മലയാളം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അഹമ്മദാബാദിൽ നിന്ന് 242 യാത്രക്കാരുമായി ലണ്ടനിലേക്ക് തിരിച്ച എയർ ഇന്ത്യ വിമാനം തകർന്നു വീണു എന്ന വാർത്ത വന്നത് വളരെ ഞെട്ടലോടെയാണ് മലയാളികൾ കണ്ടത്. ഇത്രയും വലിയൊരു അപകടം ഒരു ഇന്ത്യക്കാരനും താങ്ങാവുന്നതുമല്ല. ഈ അപകടം വന്നതിന് പിന്നാലെ മലയാളികൾ ആദ്യം തിരക്കിയത് ഇതിൽ കേരളത്തിലുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്നാണ്. എന്നാൽ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ടാണ് ആ വാർത്ത വന്നത്. യാത്രക്കാരിൽ പത്തനംതിട്ട സ്വദേശിയുമുണ്ടെന്നുള്ള വിവരം വന്നു. ചെറിയൊരു അവധിക്ക് ശേഷം നാട്ടിലെത്തി മടക്കം കുറിക്കുന്ന രഞ്ജിതയായിരുന്നു ആ വ്യക്തി. പുല്ലാട് സ്വദേശിനിയായ രഞ്ജിത UK പോർട്സ്മൗത്തിലുള്ള ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു. 2014 തൊട്ട് വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള രഞ്ജിത അവസാനം വർക്ക് ചെയ്തത് ലണ്ടനിലായിരുന്നു. PSC റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നതിനാൽ അടുത്തിടെയാണ് നിയമന ഉത്തരവും ലഭിച്ചത്. അതിനു പിന്നാലെ അതിൻ്റെ കുറച്ച് പേപ്പർ വർക്കുകൾ ചെയ്യുവാൻ വേണ്ടിയാണ് നാട്ടിലെത്തിയതും. കൂടാതെ വീടിനടുത്തുള്ള കോഴഞ്ചേരി ആശുപത്രിയിലാണ് രഞ്ജിതയ്ക്ക് പ്രവേശനം ലഭിച്ചതും. ആയതിനാൽ തന്നെ കുടുംബവും മക്കളും എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. തൻ്റെ ഓടിട്ട അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ നിന്ന് ഒരു നല്ലൊരു വീട്ടിലേക്ക് മാറാനുള്ള ശ്രമത്തിലായിരുന്നു രഞ്ജിത. അതിൻ്റെ പണികളും ഏകദേശം പകുതിയിലധികം കഴിഞ്ഞിരുന്നു. നാട്ടിൽ PSC റാങ്ക് ലിസ്റ്റ് വഴി കിട്ടിയ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഏകദേശം വീടുപണിയും തീർന്നിട്ടുണ്ടാവും. പിന്നീട് ആ വീട്ടിൽ മക്കളുമൊത്ത് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കാലോ എന്ന് സ്വപ്നം കണ്ടാവണം രഞ്ജിത മടങ്ങിയതും. അപ്പോഴാണ് വീട്ടുകാരെയും നാട്ടുകാരെയും കേരളം ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത വരുന്നത്. ഫ്ലൈറ്റ് എടുക്കുന്നതിന് തൊട്ടു മുമ്പ് വീട്ടിലേക്ക് വിളിച്ചു രഞ്ജിത പറഞ്ഞു, ഞാൻ പോകുക, ഉടൻ തിരിച്ചു വരും, നമുക്ക് വീട് പണി പെട്ടെന്ന് തന്നെ തീർത്ത് അങ്ങോട്ട് മാറണം. എത്ര വലിയ പ്രതിസന്ധിയെയും വളരെ ചിരിയോടെ നേരിടുന്ന രഞ്ജിത ഒരിക്കൽ കണ്ടാൽ മറക്കാനാവാത്ത സൗഹൃദത്തിന്റെ മുഖമായിരുന്നു എന്നാണ് രഞ്ജിതയുടെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത്. കൂടാതെ എന്ത് സഹായം ചോദിച്ചാലും നോ എന്ന് അവൾ പറയില്ല. അങ്ങനെ ഒരാളെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്നാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം. വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.